ഹായ് ഹലോ. അപ്പോൾ നമ്മൾ അവരുടെ പൊടി വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു, അതിന്ന് കുറുക്കി കേട്ടോ. അപ്പോൾ മുറ്റത്ത് പടുത വിരിച്ചിട്ട് അത് ഇതായിട്ടിരിക്കുന്ന പടുത കേട്ടോ, അഴുക്കല്ല കേട്ടോ പടുതയല്ല, അല്ല ഞാനിരിക്കണം അഴുക്കല്ല. അപ്പോൾ അത് കുറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിറിഞ്ചിനകത്ത് കൊടുക്കാൻ രക്ഷയുള്ളൂ. സിറിഞ്ചിനകത്ത് കൊടുത്തിട്ടും കറക്റ്റ് അറിയാൻ പാടില്ല, കുടിക്കാനായിട്ട് അറിയാൻ പാടില്ല, അത്രയ്ക്കേ ഉള്ളന്നേ. ഒരു സിറിഞ്ചിനകത്ത് കൊടുത്താലും വായിൽ വാങ്ങിക്കണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ആളുകൾക്ക്. മറ്റേ കുപ്പിയിൽ കൊടുത്തിട്ട് ഒന്നുമില്ല, വാ തുറക്കണ പോലുമില്ല, അവർക്ക് അറിയാൻ പാടില്ല. നമ്മൾ നേരെ വായിലും ഫ്രണ്ടിലല്ലോ, സൈഡിൽ കൊടുക്കുകയാണെന്ന് മറ്റേ കുഞ്ഞാപ്പൻ്റെ ഇതിൽ നമ്മൾ ആ ഡോക്ടർ പറഞ്ഞായിരുന്നു, നേരെ വായിലോട്ട് കൊടുക്കരുത്, സൈഡ് വഴി കൊടുക്കാവുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ അറിയാമെന്നുള്ള ഞാൻ സൈഡിൽ കൂടി കൊടുക്കണം. സിറിഞ്ചിനകത്താണെങ്കിലും സൈഡിൽ കൂടി കൊടുത്തിട്ട് ഇപ്പറേ സൈഡിൽ കൂടി പോകും. അപ്പോൾ അവൻ എലിക്കുഞ്ഞിൻ്റെ നടപ്പ്, എലിയും അണ്ണാനും കുഞ്ഞൊക്കെ നടക്കത്തില്ലേ, അതുപോലെ വേണ്ട, അത്രയ്ക്കേ ഉള്ളേ. ഇപ്പം ഇതിങ്ങനെ കാണിക്കുമ്പോൾ വലുതായിട്ട് തോന്നുക. എൻ്റെ ഒരു കൈയുടെ അത്രയേ ഉള്ളൂ, നമ്മുടെ കൈയുടെ നീളവേ ഉള്ളതിന്, തല കൂടാതെ. അപ്പം അത്രയും കുഞ്ഞൊക്കെ കിടക്കണതേ ഇങ്ങനെ കിടക്കത്തുള്ളൂ. 3 പേരും കൂടെ. പകലൊക്കെ നമ്മൾ മുറ്റത്ത് കൊണ്ട്, ഞാൻ രാവിലെ മുറ്റത്തറ ഇതൊക്കെ കഴിയുമ്പോൾ ചേരം കിടത്തും കേട്ടോ. അപ്പം 3 പേരും കൂടി 3 സൈഡിൽ പോയി കിടക്കും. അല്ലാതെ അകത്ത് കിടക്കുമ്പോഴത്തേക്ക് 3 പേരും ഒരാളുടെ മേത്ത് അടുക്കി വെച്ചതുപോലെ കിടക്കണത്. എന്തത് മടി. 3 പേരും കൂടി ഒന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്തോട്ട് തന്നെ തലയും ചെയ്തപ്പോൾ ഞാൻ എടുത്ത് കൈ പിടിച്ചതാണ്. എനിക്കെന്തായാലും സമയം പോകണ അറിയത്തില്ല. തന്നെയല്ല ഇവരും പാല് കുടിച്ച് വെച്ചും എൻ്റെ മടിയിലോട്ട് കയറും, അപ്പം തന്നെ ഉറങ്ങുകയും ചെയ്യും. പിന്നെ എനിക്ക് എടുത്ത് മാറ്റാൻ തോന്നത്തില്ല. അവിടെ കിടന്ന് കുറേ നേരം ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ വിടണത്. പിന്നെ എന്തായാലും നാളെ രാവിലെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ബാക്കി മുറിവണങ്ങാനുള്ളതൊക്കെ വെച്ച് എന്തെങ്കിലും ഡോക്ടർക്ക് അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ തരട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ശരി, പിന്നെ കാണാം.